ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പാവയ്ക്ക ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അതിനായി ഒരു പാവയ്ക്ക കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുക്കാം. ഒരു പാവയ്ക്കാണ് നമ്മൾ ഈ ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത്. വളരെ തിന്നായി കട്ട് ചെയ്യണം. എല്ലാം ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ കുരുവ് കളയാം. ചിലർ കുരുവോടെയും ഫ്രൈ ചെയ്യും, പക്ഷെ ഞാൻ കുരു എടുക്കുന്നില്ല. കുരു നമുക്ക് ഇങ്ങനെ എടുത്ത് കളയാം. എല്ലാ കുരുവും ഇതുപോലെ തന്നെ മാറ്റാം. പാവയ്ക്കെല്ലാം വട്ടത്തിലരിഞ്ഞ് കുരുവെല്ലാം കളഞ്ഞ് സീഡ്സ് എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: 1 ടീസ്പൂൺ അരിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി, 1 തണ്ട് കറിവേപ്പില, ഉപ്പ് ആവശ്യത്തിന്, കുറച്ച് വിനാഗിരി, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇത്രയും വേണം നമുക്ക് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ ബൗളിലേക്ക് അരിപ്പൊടി ചേർക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ശകല എരിവിനായി നമ്മൾ ഏകദേശം 1 ടീസ്പൂൺ, ഈ സ്പൂണിന് 1 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി ഇവിടെ ചേർക്കുന്നുണ്ട്. ലേശം, ഞാൻ പറയാൻ വിട്ടുപോയി, ലേശം കുരുമുളക് പൊടി കൂടെ, 1 നുള്ളു മതി. പിന്നെ 1 തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി പോവല്ല. ഒരു പുളിപ്പിനായി 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം. കൈവച്ച് തന്നെ മിക്സ് ചെയ്യണം. ലേശം വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. പാവയ്ക്ക മസാല എല്ലാം വെട്ടി വെച്ചിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പ് ചെറുതായിട്ടൊന്ന് നോക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് മസാല പിടിക്കാനായി വയ്ക്കാം. പാവയ്ക്ക എല്ലാം മസാല പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിക്കാം. പാൻ ഒന്ന് ചൂടാകട്ടെ. പാൻ ചൂടാകുമ്പോൾ പാവയ്ക്ക ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. ചുറ്റിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ.
വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് പാവയ്ക്ക ഓരോന്നായി കട്ട് ചെയ്യാം. പാവയ്ക്ക നമുക്ക് 2 തവണയായി ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ സിമ്മിലൊന്ന് ശകലം കൂട്ടിയിടാം. പാവയ്ക്ക ഇടയ്ക്കൊന്ന് നോക്കാം ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ടോ എന്ന്. കുറച്ചുകൂടെ ഫ്രൈ ആവാനുണ്ട്. നമുക്ക് തിരിച്ചിട്ട് നോക്കാം. ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ട്. രണ്ട് സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് കോരി മാറ്റാം ഒരു അരിപ്പയിലേക്ക്. ബാക്കി നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആവട്ടെ. ബാക്കി പാവയ്ക്കായി ഇതേപോലെ തന്നെ ഫ്രൈ ആകുമ്പോൾ തിരിച്ചിടാം. എല്ലാ ബാക്കിയുള്ള പാവയ്ക്ക ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റാം. ബാക്കിയുള്ള പാവയ്ക്കായി ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കോരി മാറ്റാം. പാവയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നല്ല മുരിഞ്ഞിട്ടുണ്ട്. പാവയ്ക്ക ഫ്രൈ റെഡി. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ഇത് ഒരു പാവയ്ക്കായാണ്, അതാണ് കുറച്ചായിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.